താങ്ക് ഗോഡ്, സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഒരു കൂട്ടം നിന്നെ അറിയുന്നവർ, പരിചയമുള്ളവർ, അവർ പറയുന്നുണ്ട് അല്പം വേദനയോടെ തന്നെ, അവൻ തീർന്നു, അവൾ തീർന്നു, ഇനി അവൻ പുറത്തു വരത്തില്ല. മറ്റൊരു കൂട്ടം, നീ അങ്ങനെ തീർന്നു എന്ന് നിന്നെ അറിയുന്നവർ പറയുവാൻ ഇടയാക്കിയ ആ കൂട്ടം, അവരുടെ വാക്കുകൾ, പ്രവൃത്തികൾ, അതേ എല്ലാ പ്രതീക്ഷകളും പ്രത്യാശകളും സന്തോഷങ്ങളും സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടവനാക്കി നിന്നെ മാറ്റിയ ആ കൂട്ടം, ശത്രുക്കളുടെ കൂട്ടം, അവർ പറയും ഞങ്ങളവനെ തീർത്തു. എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ വിളി, എന്തൊക്കെ ബഹളം, എന്തൊക്കെ ആവേശം. അവൻ തീർന്നു, ഇനി അവനില്ല. അവൻ്റെ പ്രതീക്ഷ നിർഭരമായ വാക്കുകൾ ഇനിയില്ല. ഏത് പ്രശ്നത്തിനും മധ്യത്തിലും നിങ്ങൾ വിശ്വാസത്തോടെ പറയുന്ന ചില വാക്കുകൾ ഇനി അവർക്ക് കേൾക്കേണ്ട. എന്നെ കർത്താവ് വിടുവിക്കും, എന്നെ കർത്താവാണ് ഇവിടെ കൊണ്ടുവന്നത്, എൻ്റെ യേശുപ്പൻ എന്നോട് കൂടെ ഉണ്ട്, എന്നെ ഇവിടെ നിന്ന് വിടുവിക്കും, ഈ അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരും. ആ വാക്കുകൾ ഇനി അവർക്ക് കേൾക്കേണ്ട. ചിരിക്കുന്നവർ, മറ്റു ചിലർ വേദനയോടെ നിങ്ങൾ കടന്നുപോയ ആ വഴിയുടെ കഠിനത തിരിച്ചറിഞ്ഞവർ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയുടെ ഭയപ്പാടുകളും പങ്കപ്പാടുകളും തിരിച്ചറിഞ്ഞവർ, ഒരുപക്ഷേ നിങ്ങൾക്ക് മുമ്പേ ആ അവസ്ഥയിൽ എത്തപ്പെട്ടവർ, ഏത് നിമിഷവും നിങ്ങൾ ഇന്നായിരിക്കുന്ന സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയ ആ അവസ്ഥയിൽ എത്തിച്ചേരാമെന്നുള്ളവർ, നിങ്ങളുടെ പ്രത്യാശയും നിങ്ങളുടെ വിശ്വാസവും കണ്ട് നിങ്ങളിലേക്ക് നോക്കി നിന്നവർ, അവർ തന്നെ നീ രക്ഷപ്പെട്ടാൽ അവർക്കും രക്ഷപ്പെടുവാൻ കഴിയും. അവൻ രക്ഷപ്പെടുമോ നോക്കി നിൽക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന നീ രക്ഷപ്പെടുമോ? ഈ പ്രശ്നത്തിൽ നീ പുറത്തു വരുമോ? ജോലി സ്ഥലത്ത് നീ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് നീ പുറത്തു വരുമോ? കുടുംബജീവിതത്തിൽ സഹോദരി സഹോദര, നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമോ? തകർന്നു പോകാതെ സന്തോഷമായി നീ നിന്റെ ഭർത്താവും ജീവിക്കുമോ? സഹോദര, നീ നിന്റെ ഭാര്യയ്ക്കൊപ്പം സന്തോഷമായി ജീവിക്കുമോ? അവർ നോക്കുകയാ. മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുന്ന നിന്നിലേക്ക് ഒത്തിരി പേർ നോക്കുകയാ. നിന്റെ മക്കൾ രക്ഷപ്പെടുമോ? നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അവർ പുറത്തു വരുമോ? ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവർ പുറത്തു വരുമോ? മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകളാൽ പിടിക്കപ്പെട്ട നിന്റെ തലമുറകൾ പുറത്തു വന്ന് നിന്റെ സന്തോഷത്തിന് പിന്നെയും കാരണമായി തീരുമോ? അവർ നോക്കുന്നുണ്ട്. അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുമോ? നിന്റെ തലമുറകൾക്ക് മുമ്പിൽ നിന്റെ വിശ്വാസം പോലെ അവരുടെ ജീവിതത്തിൽ നല്ലത് അടിക്കടി സംഭവിക്കുമോ? നീ ഉറപ്പിച്ചുറപ്പിച്ച് പറയുന്ന നിന്റെ വാക്തത്വങ്ങൾ അത് അവരുടെ ജീവിതത്തിൽ നിറവേറുമോ? അവരിങ്ങനെ നോക്കുന്നുണ്ട്. ആരോഗ്യക്കിടക്കയിൽ നിന്ന് മാതാവേ, പിതാവേ, സഹോദര സഹോദരി, കുഞ്ഞുമക്കളെ, നിങ്ങൾ എഴുന്നേൽക്കുമോ? നിങ്ങളുടെ വിശ്വാസം നിറഞ്ഞ വാക്കുകൾ, ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരും, ഡോക്ടർ എന്ത് പറഞ്ഞാലും ഞാൻ പുറത്തു വരും. ലോകത്ത് ഞാനായിരിക്കുന്ന ഇതേ രോഗാവസ്ഥയിലൂടെ കടന്നുപോയി പട്ടുപോയി ഒത്തിരി പേരുണ്ടെങ്കിലും ഞാൻ പുറത്തു വരും. എന്നെ അങ്ങനെ ഈ രോഗത്തിന് കൊല്ലുവാൻ കഴിയത്തില്ല. ഈ രോഗമുഖാന്തരം ഞാൻ തകർന്നു പോകത്തില്ല. ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരും. ഇനിയും എൻ്റെ മക്കളുടെ കാര്യം നോക്കും, ഇനിയും എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കും. അവന് ഇഷ്ടപ്പെടുന്ന, അവന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിവുള്ള നല്ലൊരു ഭാര്യയായി ഞാൻ ഇരിക്കും. എൻ്റെ ഭാര്യയുടെ മക്കളുടെ കാര്യം നോക്കുവാൻ കഴിയുന്ന ഒരു ഭർത്താവായി തന്നെ ഞാൻ ഇരിക്കും. അതിന് തക്കവണ്ണം ഞാൻ പുറത്തു വരും. ഞാൻ ഇനിയും ജോലി ചെയ്ത് ജീവിക്കും. ആരുടെ മുമ്പിൽ കൈനീട്ടി ശിഷ്ടകാലം കഴിയുവാൻ ഇടവരത്തില്ല. എൻ്റെ ദൈവം ഇടവരുത്തത്തില്ല. ഒത്തിരി പേർ നോക്കുന്നുണ്ട്. നീ എഴുന്നേൽക്കുമോ? നീ എഴുന്നേൽക്കുമോ? നീ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുമോ? കടക്കാരനായ കടക്കാരിയായി തലകുനിച്ചായിരിക്കുന്ന നിന്നെ പ്രതീക്ഷയോടെ പലരും നോക്കുന്നുണ്ട്. നിന്റെ വാക്കുകളുടെ പിൻബലത്തിൽ എൻ്റെ യേശുപ്പൻ എന്നെ പുറത്തു കൊണ്ടുവരും. ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്തു വരും. നിന്റെ വിശ്വാസം നിറഞ്ഞ വാക്കുകൾ പലരുടെയും പ്രതീക്ഷകൾക്ക് അക്കം കൂട്ടുന്നുണ്ട്, നോക്കുന്നുണ്ട്. അയ്യോ, എൻ്റെ ആത്മീയ ജീവിതം പണിയപ്പെടുമോ? നിനക്ക് പിന്നെയും പ്രാർത്ഥിക്കുവാനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള അവസരം ലഭിക്കുമോ? പിന്നെയും നിന്റെ ശുശ്രൂഷ നീ പണിതെടുക്കുമോ? പിന്നെയും നീ ശുശ്രൂഷ ചെയ്യുമോ? പിന്നെയും നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമോ? പിന്നെയും നിനക്ക് മുമ്പിൽ രാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമോ? അങ്ങനെ നിന്നിലേക്ക് പ്രത്യാശയോടെ നോക്കിയ ഒത്തിരി പേർ സങ്കടത്തോടെ പറയുന്നുണ്ട്, തീർന്നു. നിന്റെ മാത്രമല്ല, അവരുടെ പ്രത്യാശയും തീർന്നു, അവരുടെ സ്വപ്നങ്ങളും കരിഞ്ഞുണങ്ങി, ഇനി ഒന്നുമില്ല. ഒപ്പം നിരാശയോടെ, സ്തോത്രം,
സങ്കടത്തോടെ നിന്റെ തകർച്ചയ്ക്ക് മുൻപിലായിരിക്കുന്ന മറ്റൊരുവനുണ്ട്. നിന്റെ തകർച്ചയ്ക്ക് കാരണമായി നീ കണ്ട, നിന്റെ ഇന്നത്തെ കണ്ണുനീരിന്റെയും നിരാശയുടെയും വേദനയുടെയും അവസ്ഥയ്ക്ക് കാരണമായി ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ബാധിക്കപ്പെട്ട അവസ്ഥയ്ക്ക് കാരണമായി നീ കണ്ട ആ വ്യക്തികളുടെ പിന്നിൽ വ്യാപരിക്കുന്ന, ആ സംഭവങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്ന, ആ സാഹചര്യങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്ന പന്ന പിശാച്, അവൻ നീ തീർന്നു. മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് നീ അവസാനം പറഞ്ഞതാ, ഇനി ഇല്ല, ഞാൻ തീർന്നു, ഞാൻ അവസാനിച്ചു. നീ സമ്മതിച്ചിട്ടും നിന്റെ പരാജയം സമ്മതിക്കാത്ത ഒരുവൻ, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും അത് ദൈവമായിരിക്കാം. അല്ല, പിശാച്. അവനറിയാം നീ പുറത്തു വരും. അത് നിനക്കറിയത്തില്ല, നിന്നെ കാണുന്നവർക്കറിയത്തില്ല, നീ കാണുന്ന നിന്റെ ശത്രുക്കൾക്കറിയത്തില്ല. എന്നാൽ പിശാചിനറിയാം, നിന്നെ ഈ അവസ്ഥയിൽ തള്ളിയിട്ട പിശാചിനറിയാം നീ പുറത്തു വരും. ഓ താങ്ക് ഗോഡ്, നീ പുറത്തു വരും. അതുകൊണ്ട് അവൻ പുറത്ത് കഥകൾ മെനയുകയാണ്. അത് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം, അവിടെ മുതൽ നിങ്ങൾ വായിച്ചു തുടങ്ങുക. ചിരിച്ചവരെ, സങ്കടപ്പെട്ട് കരഞ്ഞവരെ, ഓ പോയി എന്ന് പറഞ്ഞു പോയവരെ, ഭയപ്പെട്ട് കഥമെനഞ്ഞ പിശാചിനെ നിങ്ങൾക്ക് കാണുവാനായി കഴിയും. ആരുടെ? ഭക്തന്റെ തകർച്ചയുടെ മുമ്പിൽ. കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ കല്ലറയ്ക്കകത്താക്കി, കല്ലുരുട്ടി അടച്ചു. റോമൻ പടയാളികൾ കാവൽ നിന്നു, മുദ്രയിട്ടു. എല്ലാം തീർന്നു, എല്ലാം തീർന്നു, എല്ലാം തീർന്നു. ഇനി പുറത്തു വരത്തില്ല. പ്രിയരേ, ദൈവവും പിശാചും മാത്രം അറിയുന്ന ആ സത്യം നിന്നോട് വിളിച്ചു പറയട്ടെ, നീ പുറത്തു വരും. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. പിശാച് കല്ലറയിലാക്കി, അത് സത്യമാണ്. കല്ലുരുട്ടി വച്ചു, അത് സത്യമാണ്. കാവൽക്കാരെ നിർത്തി, അത് സത്യമാണ്. അതിലും വലിയ സത്യം, 3-ാം നാൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. സഹതപിച്ചവരുടെ വാക്കുകൾക്കോ, ചിരിച്ചവരുടെ വാക്കുകൾക്കോ, നിരാശപ്പെട്ടവരുടെ വാക്കുകൾക്കോ അവൻ്റെ അടച്ചുറപ്പിക്കലിനെ സ്ഥിരമാക്കി നിർത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഭയന്ന നിന്റെ ചിന്തകൾക്കോ, നിനക്കൊപ്പമായിരിക്കുന്നവരുടെ നിരാശ കലർന്ന വാക്കുകൾക്കോ നിന്നെ ഈ അവസ്ഥയിൽ തളച്ചിടുവാൻ കഴിയത്തില്ല. നീ പുറത്തു വരും. ഓ സ്തോത്രം. ആ ടൈം ഇതാ അവസാനിക്കുവാൻ പോവുക. ആമേൻ. സ്തോത്രം. തിരിച്ചറിയുന്നവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. നിന്നെ പിശാച് തടഞ്ഞു വെച്ച ആ അവസ്ഥയിൽ നിന്ന് നീ പുറത്തു വരുന്ന സമയം, ഓ താങ്ക് ഗോഡ്. ചിലരെ കർത്താവിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. ആമേൻ. ശത്രുവായവൻ തടഞ്ഞു വെച്ച ആ സ്ഥാനത്ത് നിന്ന് ആ കല്ലുരുട്ടി നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. യെസ്, യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അവിടെ നിങ്ങൾക്ക് കാണുവാനായി കഴിയും, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല. അയ്യോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവനായ ഗുരു. മറ്റൊരു കൂട്ടം, നിങ്ങളുടെ തകർച്ച കണ്ട് ഹൃദയം തകർന്നു പോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂട്ടം, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ കൂട്ടം, അവരും കരുതി ഇനി നീ പുറത്തു വരത്തില്ല. എന്നാൽ ആ കൂട്ടം ആ വാക്ക് കേൾക്കുകയാണ്, അവനെ നിങ്ങൾ ഇവിടെ തിരയുന്നത് എന്തിന്? ഓ താങ്ക് ഗോഡ്. ആ തകർച്ചയുടെ മധ്യത്തിൽ നിന്നെ തിരയുന്നവർ ആ വാക്ക് കേൾക്കുവാൻ പോകുക. ശത്രു ഒതുക്കി കൂട്ടിയ സ്ഥലത്ത് നിന്ന് നീ പുറത്തു വരിക. സഹോദര, സഹോദരി, തൊഴിലില്ലാതെ ആ രാജ്യത്ത് കടന്നുപോയിട്ടും വരുമാനമില്ലാതെ ആഗ്രഹിച്ചതൊന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ പിശാച് എല്ലാ വഴികളെയും അടച്ച് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ഒതുക്കി കൂട്ടിയ സ്ഥാനത്തു നിന്ന് നീ പുറത്തു വരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ പുറത്തു വരിക. അമ്മേൻ, ആമേൻ. നീ ആഗ്രഹിച്ചു പോയതിലും അപ്പുറമുള്ള അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലയുടെ വാതിലുകളെ, വഴികളെ എൻ്റെ കർത്താവ് നിനക്ക് തുറന്ന്, ഓ യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആ ടൈം തീർന്നു. ജോലിയില്ലാതെ നീ മുറിക്കകത്തിരുന്ന് കരയുന്ന ആ ടൈമിന് അവസാനമായിരിക്കുന്നു. ഇനി നിന്നെ അവിടെ നോക്കിയാൽ കാണത്തില്ല. നോക്കുന്നവർ സഹതപിക്കുന്നവരാകട്ടെ, ഹൃദയപൂർവ്വം കരയുന്നവരാകട്ടെ, പരിഹസിക്കുന്നവരാകട്ടെ, കളിയാക്കുന്നവരാകട്ടെ, കഥമെനയുന്നവരാകട്ടെ, ആര് നോക്കിയാലും നീ അവിടെ കാണത്തില്ല. ആമേൻ. നീ ജോലിയില്ലാതെ അതിനകത്തിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദര, ജോലിയില്ലാത്ത ചില മാസങ്ങൾ, ചില വർഷങ്ങൾ അതിന് അറുതി വരിക. സഹോദരി, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവർ നോക്കും, നിന്നെ അവിടെ കാണത്തില്ല. സ്തോത്രം. ഭർത്താവില്ലാതെ ഇനി നീ ആ കോടതി വരാന്തയിൽ നിൽക്കുന്നത്
ചിലർ നോക്കും, പക്ഷേ അവർ കാണത്തില്ല. നീ ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലും കണ്ണുനീരോടെ വേദനയോടെ പോകുന്നത് അവർ നോക്കും, എന്നാൽ അവർ കാണത്തില്ല. നീ നിന്റെ ഭർത്താവും ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. സ്തോത്രം. ആ സമയം നീ പുറത്തു വരുന്ന സമയം യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. നീ പുറത്തു വരിക. ആമേൻ ആമേൻ. സഹോദരി പ്രാർത്ഥിക്ക്. സ്തോത്രം. മാതാവേ, നിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അവളും അവളുടെ ഭർത്താവ് ഒരുമിച്ച് നിന്റെ ഭവനത്തിലേക്ക് അകത്തേക്ക് കടന്നു വരിക. നിരാശയോടെ വേദനയോടെ നീ കരഞ്ഞു തളർന്ന രാത്രികൾക്ക് അറുതി വരുവാൻ പോകുക. നിന്റെ മകൾ അവളുടെ ഭർത്താവിനൊപ്പം നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര, ഒറ്റയ്ക്കുള്ള സ്തോത്രം പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയാത്ത ആ അവസ്ഥയ്ക്ക് അറുതി വരുവാൻ പോകുക. നീ സമ്മതിച്ചില്ലേ? തീർന്നു ഇല്ലെന്നേ. നിന്നെ അവസ്ഥയിലാക്കിയ പിശാചിനറിയാം നിന്നെ ഒന്നും ചെയ്യുവാൻ അവന് കഴിയത്തില്ല. നീ പുറത്തു വരും. ഇതൊരു സമയത്തേക്കാ. അവൻ ജയിച്ചതൊരു സമയത്തേക്കാ. നിന്റെ ഭാര്യ നിനക്കൊപ്പമില്ലാതിരിക്കുന്നത് ഒരു സമയത്തേക്കാ. നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതിരിക്കുന്നത് ഒരു സമയത്തേക്കാ. ഇത് കഴിഞ്ഞ് നീ വരും. സ്തോത്രം. നീ നിന്റെ ഭാര്യയും ഒരുമിച്ച് പുറത്തു വരും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പിശാച് അറിയുന്ന ആ സത്യം, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ സത്യം നിങ്ങളുമായി സന്തോഷത്തോടെ പങ്കുവയ്ക്കട്ടെ. മാതാവേ, പിതാവേ, നീ കരുതുന്നത് പോലെയല്ല, മക്കൾ പുറത്തു വരും. ആമേൻ. അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്, അതേനേ, ആ മദ്യപാന പുരകളിൽ നിന്ന്, ആ മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന്, ദൈവഹിതമല്ലാത്ത വഴിയിടങ്ങളിൽ നിന്ന് നിന്റെ തലമുറകൾ പുറത്തു വരും. പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണ സ്ഥാനത്ത് നിന്ന് അവർ പുറത്തു വരും. സ്തോത്രം. അവിടെ വിദ്യാഭ്യാസം അത് പണിയപ്പെടും. അതിനൊരു പൂർത്തീകരണം യേശുവിൻ നാമത്തിൽ അവിടെ അവർക്ക് അഡ്മിഷൻ കിട്ടും. സ്തോത്രം. പിശാച് പറയും കിട്ടത്തില്ല, അവർ പോകത്തില്ല. അവൻ താടി കൈ കൊടുക്കും, നീ തലകുനിക്കും, ഭർത്താവ് സ്വയം ശപിക്കും. അവൻ പുറത്തു വരും. നിന്റെ തലമുറ പുറത്തു വരും. അവനെ തടഞ്ഞു വയ്ക്കുവാൻ, ആ ഭവനത്തിനകത്ത് ഒതുക്കി കൂട്ടുവാൻ നീയും നിന്റെ ഭർത്താവും നിന്റെ കുടുംബവും അനുഭവിച്ച ഇല്ലായ്മ അനുഭവിക്കുവാൻ, ആ ഭാണ്ഡവും ചുമന്ന് നരകിച്ചു തളർന്ന് അവൻ ജീവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ പുറത്തു വരും. നിന്റെ തലമുറ പുറത്തു വരും. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ പുറത്തു വരും. ആ സന്തോഷത്തിൽ നിങ്ങൾ നിലനിൽക്കും. അവരെ കെട്ടുപൊട്ടുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആ കെട്ടുപൊട്ടുക. ആമേൻ. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ ബന്ധനം അഴിയുക. ആ പഠന വൈകല്യം എന്ന ബന്ധനം, സ്തോത്രം. സ്വഭാവ ദൂഷ്യമെന്ന ബന്ധനം, സ്തോത്രം. സ്തോത്രം. പ്രാർത്ഥിക്കുക. ആ രോഗക്കിടക്കയിൽ നീ ഇനി ഉണ്ടാകത്തില്ല. ആ ആശുപത്രി ബെഡ് നിനക്ക് വേണ്ടി റിസർവ് ചെയ്തതുപോലെ, തമാശ പോലെ പറഞ്ഞില്ലേ, അതിനി ഉണ്ടാകത്തില്ല. ആമേൻ. യേശുവിൻ നാമത്തിൽ. താങ്ക് ഗോഡ്. ചിലരൊക്കെ വിളിക്കുമ്പോഴേ ചോദിക്കുക, ആ റൂം ഞങ്ങൾക്ക് കിട്ടുമെന്ന്. എവിടെ? ഹോസ്പിറ്റലിലെ? ഇനി കിട്ടത്തില്ല, നീ അങ്ങോട്ട് പോകത്തുമില്ല. താങ്ക് ഗോഡ്. ആ രോഗിയാക്കി ഇതിനെ ഒതുക്കിയ ആ സമയം കഴിഞ്ഞു. ആമേൻ. നിന്നെ ഇനി അവിടെ നോക്കിയാൽ കാണത്തില്ല. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആ ഭവനത്തിനകത്ത് ആ ജനലിൽ കൂടെ എത്തി നോക്കിയാൽ നിന്നെ അവിടെ കാണത്തില്ല. താങ്ക് യു ലോർഡ്. നീ ആ രോഗക്കിടക്ക വിട്ട് നിരാശയുടെ, കണ്ണുനീരിൻ്റെ, വേദനയുടെ, പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും കിടക്ക വിട്ട് നീ എഴുന്നേൽക്കുവാൻ പോകുക. ഇപ്പോൾ നീ സൗഖ്യമാകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആ സമയം തീർന്നു. നീ കിടന്ന സമയം തീർന്നു. നീ നിലവിളിച്ച സമയം തീർന്നു. നീ കരഞ്ഞ സമയം തീർന്നു. നീ എഴുന്നേൽക്കുക. ആമേൻ. സ്തോത്രം. ഇനി തലകുനിച്ചിരിക്കത്തില്ല, നീ പ്രാർത്ഥിക്കും. അവിടെ പ്രാർത്ഥനയെ പിശാച് കെട്ടിയ സമയം കഴിഞ്ഞു. അതിനകത്ത് പ്രാർത്ഥന വെളിപ്പെടുവാൻ പോകുക. നിന്റെ ഭവനത്തിനകത്ത് തന്നെ. സ്തോത്രം. അതിനകത്ത് നിങ്ങൾ കുടുംബമായി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ പോകുക. നീ നിന്റെ ഭർത്താവും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോകുക. സ്തോത്രം. ഇതുവരെ അതൊരു സ്വപ്നമായിരുന്നു. എന്നാൽ ഇന്ന് കഴിഞ്ഞ ചില ദിവസങ്ങൾ കൊണ്ട് നീ കടന്നു പോകുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിനക്ക് തിരിച്ചറിയാം, ഒരിക്കലും എൻ്റെ ഭർത്താവ് വരത്തില്ല, ഒരിക്കലും ഈ വീട്ടിനകത്ത് ഒരുമിച്ചൊരു പ്രാർത്ഥന ഉയരത്തില്ല. പക്ഷെ ഇന്ന് സംഭവിക്കുവാൻ പോകുന്ന കാര്യത്തെ മുൻനിർത്തി ഞാൻ പറയട്ടെ, അത് സംഭവിക്കുവാൻ പോകുക. നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്തിയ, ഒരുമിച്ച് പ്രാർത്ഥിച്ചു പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ ചിതറിച്ച ആ പിശാചിൻ്റെ പദ്ധതി അതിനിന്ന് അവസാനം വരിക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഇനി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന നിന്നെയല്ല, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ശുശ്രൂഷക, ഇനിയും
നീ അവിടെ നിന്നെ അയച്ച സ്ഥാനത്ത് കടന്നു പോകും. അവിടെ അപ്പൻ്റെ വേല ചെയ്യും. അവിടെ നീ അനുഗ്രഹിക്കപ്പെടും. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. അവിടെ നീ തളർന്ന് കരഞ്ഞു കിടന്നിടത്ത് നിന്നെ നോക്കണ്ട എന്ന്. അപ്പോൾ പിശാചാവൻ കഥവനെ അല്ലേ, ഇവനെങ്ങാനും ഉയർത്തെഴുന്നേറ്റ വായിച്ചു നോക്കണം കേട്ടോ. 22 മുതൽ അങ്ങോട്ടിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം. ഇവനെങ്ങാനും ഉയർത്തെഴുന്നേറ്റ ഇവനെ ഇവൻ്റെ ശിഷ്യന്മാർ ഒന്ന് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞോളൂ. എന്നാലും അവൻ്റെ ഉയർപ്പിനെ അംഗീകരിക്കരുത്. പിശാചിനറിയാം യേശു ഉയർക്കും. ആമേൻ. പിശാചിനറിയാം നീ ഉയർക്കും. കാരണം പിശാച് കണ്ടിട്ടുണ്ട് യേശു ഉയർത്തത്. നീയും ഉയർക്കും. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവർ കല്ലറവാതിൽക്കൽ യേശുവിനെ തിരയുക, കാണാനില്ല. അവരൊരു വാക്ക്, സന്തോഷത്തിൻ്റെ വാക്ക് ദൂതനിൽ നിന്ന് കേൾക്കുക. അവനെ ഇവിടെ തിരയുന്നതിന് അവൻ ഉയർത്തു. യേശു അവൻ പറഞ്ഞതുപോലെ ഉയർത്തു. നിങ്ങൾ വിശ്വാസത്തോടെ നിന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ ഈ പ്രശ്നത്തിനകത്ത് നിന്ന് പുറത്തു വരും. ഇതൊന്നും ഇപ്പോഴല്ല, നേരത്തെ. അത് തന്നെ ആ വാക്ക്, നിങ്ങൾ പുറത്തു വരും, പുറത്ത് കൊണ്ടുവരുമെന്നേ. ആ സമയത്ത് യേശു എന്ത് ചെയ്യായിരുന്നു? 13-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ ലൂക്കോസിന്റെ സുവിശേഷം. എമ്മുവസിലേക്ക് പോകുമായിരുന്ന 2 പേരോടുകൂടെ യേശു യാത്ര ചെയ്യുക. ആമേൻ. അവരാ നിങ്ങളെ പ്രതീക്ഷയോട് നോക്കിയ കൂട്ടം. നീ പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ട ഞങ്ങൾക്കും രക്ഷപ്പെടാനുള്ളൊരു വഴി അല്ലേ? നിങ്ങൾ പ്രാർത്ഥനയും ആരാധനയായിട്ടൊക്കെ നടക്കുമ്പോൾ പരിഹസിക്കുന്ന ഒത്തിരി പേരെ നിങ്ങൾ കാണും. പക്ഷേ ആ പരിഹസിക്കുന്നവരുടെ കണ്ണുകൾ നിങ്ങളിൽ ഒരു വിടുതൽ തേടുന്നുണ്ട്. നിങ്ങളത് അറിയാതിരിക്കരുത്. ആമേൻ. അതുകൊണ്ട് ആ വിടുതൽ അവരെ കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പ്രശ്നം വരുമ്പോൾ എഴുന്നേറ്റ് ഓടാതെ ഉറച്ചൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളത് പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ പരിഹസിക്കുന്നവർ, ആമേൻ, അതേന്നേ, വേറെ ചിലർ അവർക്ക് അവസരമില്ല, അവർക്ക് ഭയമാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ. ഇന്നത്തെ സാഹചര്യം അറിയാമല്ലോ. എങ്കിലും അവർ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുമോ? നീ ആ തൊഴിലിടത്തിൽ അനുഗ്രഹിക്കപ്പെടുമോ? നീ വീട് വയ്ക്കുമോ? നീ വസ്തു വാങ്ങുമോ? നീ നന്നായിട്ട് ജീവിക്കുമോ? നിൻ്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടുമോ? നിൻ്റെ ഭർത്താവിനെ നീ തിരികെ പ്രാപിക്കുമോ? അവൻ മടങ്ങി വരുമോ? നിൻ്റെ ഭാര്യയ്ക്കൊപ്പം നീ സന്തോഷത്തോടെ ജീവിക്കുമോ? നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമോ? നിങ്ങളുടെ ഭാവി സന്തോഷമായിരിക്കുമോ? രോഗം മാറുമോ? ഞാൻ നോക്കുന്നവരുണ്ട്, അവരും അതേ പ്രശ്നത്തില്ല. പക്ഷേ അവർ പറഞ്ഞു കൊടുക്കുക യേശുവിനോട്. യേശുവിനെ അവർ തിരിച്ചറിയുന്നില്ല. പറഞ്ഞു കൊടുക്കുക, യേശുവേ, അവൻ പ്രവാചകനായിരുന്നു, വാക്കിന് അധികാരമുള്ളവനായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പോയി. യേശു ഓരോന്നായി തന്നെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ് നിവർത്തിയായതൊക്കെയും അവർക്ക് വിവരിച്ചു കൊടുക്കുക. നിനക്കൊരു ചാൻസ് ഉണ്ട്. ആമേൻ. അനേകർക്ക് ദൈവത്തെയും അവൻ്റെ പ്രവൃത്തികളെയും നീ കേട്ട പ്രവചനങ്ങളെയും അവ നിന്റെ ജീവിതത്തിൽ എவ்விധത്തിൽ നിവർത്തിച്ചു എന്നും പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു അവസരം. ഓ, താങ്ക് ഗോഡ്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തിനകത്തെ സുവിശേഷകൻ നീയാ. ആ ദേശത്തിലെ സുവിശേഷക നീയാ. നിന്റെ ഉയർപ്പ് നീ ഭയന്ന് പിന്മാറിപ്പോകുന്ന ചിലർക്ക് വിവരിച്ചു കൊടുക്കുവാൻ പോകുക. നോക്ക്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. എന്നെ പിശാച് ഒതുക്കി, സ്തോത്ര, അവൻ കല്ലറയ്ക്കകത്താക്കി. പക്ഷെ കർത്താവിനെ എഴുന്നേൽപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. കാരണം പിതാവായ ദൈവം മരണപാശങ്ങളെ അഴിച്ചു അവനെ എഴുന്നേൽപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. നിങ്ങളതായിരിക്കുന്ന ഈ പ്രശ്നത്തിന് നിങ്ങളെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമാണ്. ഇതൊരു സമയം, ആ സമയത്തിന് എൻഡായിരിക്കുന്നു. ഓ, താങ്ക് ഗോഡ്. നിങ്ങളെ ഇനി പിശാചിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. ഈ കഷ്ടതയിൽ, കണ്ണുനീരിൽ, നരകവേദനയിൽ നിങ്ങളെ തകർത്ത് കളയുവാൻ പിശാചിന് കഴിയത്തില്ല. അസാധ്യം. നിങ്ങളെ കടക്കണിയിൽ പിടിച്ചു വയ്ക്കുന്നത് പിശാചിന് അസാധ്യം. നിങ്ങളെ നിന്നയിൽ, അപമാനത്തിൽ തലകുനിപ്പിച്ച് നിർത്തുന്നത് പിശാചിന് അസാധ്യം. ആമേൻ. നിങ്ങൾ പുറത്തു വരുവാൻ പോകുക. ഇത് നിങ്ങൾ പുറത്തു വരുന്ന അത്ഭുതത്തിൻ്റെ ദിവസമത്രേ. ആ ടൈം, പിശാച് നിങ്ങളെ പിടിച്ചു വെച്ച ടൈം അവസാനിച്ചിരിക്കുന്നു. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിലും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ആ ഉയർപ്പ് അത് നിശ്ചയം. എല്ലാ മാസത്തിൻ്റെയും അവസാന ദിവസങ്ങളിൽ പ്രൈസർ ഫാമിലി പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ
പ്രൈസർ ഫാമിലിക്ക് കോൺടാക്ട് ചെയ്യുക. പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥനയും ഉപവാസവും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. നിങ്ങൾ തന്നെ തീർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുവാൻ പ്രാപ്തിയുള്ളവരാക്കി, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാക്കി നിങ്ങളെ മാറ്റുവാനും പുറത്തു കൊണ്ടുവന്ന് നിർത്തുവാനും കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. എല്ലാ ഞായറാഴ്ചകളും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കത് അവൈലബിൾ ആണ്. ഒരു ആരാധനയ്ക്ക് നിങ്ങൾ സംബന്ധിക്കാത്ത പക്ഷം ലൈവിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം, കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. പ്രാപിക്കേണ്ടത് അളവ് കൂടാതെ പ്രാപിച്ചെടുക്കാം. എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും പ്രൈസർ ഫാമിലി സഭയായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കടന്നു വരിക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ചില അവസാനങ്ങൾക്ക് അവർ സ്വയം തിരിച്ചറിഞ്ഞ, ശത്രു വിളിച്ചു പറഞ്ഞ, ലോകം വിളിച്ചു പറഞ്ഞ ചില അവസാനങ്ങൾക്ക് ഇന്ന് അറുതി വരുത്തിയ കൃപയ്ക്കായി, പുതിയ തുടക്കങ്ങൾ നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ആ കല്ലറകളെ പൊളിച്ച് ഇവർ പുറത്തു വന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അടിയൻ പിന്നെയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അടിയനെ കേൾക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനവും യേശുവിൻ നാമത്തിൽ. രോഗമുള്ളവർ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക. അപ്പോൾ അങ്ങ് ഇവരെ സൗഖ്യമാക്കിയാട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, എല്ലാ അമ്മയപ്പന്മാർ പ്രാർത്ഥിച്ചോട്ടെ. സ്തോത്രം. മക്കളുടെ പരീക്ഷ റിസൾട്ടുകൾ അനുഗ്രഹമായി പുറത്തു വരുവാൻ, അവരുടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ആ വിവാഹ തടസ്സം മാറുക. മാതാവെ പ്രാർത്ഥിക്കുക. മകൾക്ക് നല്ല വിവാഹം നടക്കുക, മകന് നല്ല വിവാഹം നടക്കുക. സ്തോത്രം. ഉദരഫലം ജനിക്കുക. താങ്ക് യു ലോർഡ്. ആ കാത്തിരിപ്പിന് അറുതി വരിക. യശോപ്പാ, അങ്ങനെ ചെയ്ത കൃപയ്ക്ക് ഉദരത്തിൽ കരവച്ച് പ്രാർത്ഥിക്കുക. ജീവന്റെ തുടുപ്പ്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. പഠന വൈകല്യങ്ങൾ മാറിപ്പോകുക, മക്കൾ പുറത്തു വരിക, അഡ്മിഷൻ ലഭിക്കുക. സ്തോത്രം. ആ കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള ക്യാഷ് നിൻ്റെ കരങ്ങളിൽ ലഭിക്കുക. കർത്താവേ, അതവരുടെ കരങ്ങൾ നൽകി അങ്ങ് മാനിച്ചോട്ടെ. യശോപ്പാ, അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവേ. നല്ല ഭവനങ്ങളിൽ ഇവർ പാർക്കട്ടെ അപ്പാ. നല്ല ഭവനം കൊടുപ്പാ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനം പ്രാർത്ഥിക്കുക. ആ വാടക വീടുന്ന നിരാശ മാറുക, വസ്തു വാങ്ങുക. യശോപ്പാ, നല്ല വസ്തുക്കൾ ഇവർക്ക് കൊടുപ്പാ. സ്തോത്രം. അഡ്വാൻസ് കൊടുത്ത് രജിസ്ട്രേഷനായി കാത്തിരിക്കുന്നവർ അത് നടക്കട്ടെ. ആ തടസ്സം മാറട്ടെ അപ്പാ. സ്തോത്രം. വഴി തുറക്കപ്പാ. വേഗത്തിൽ അത് സംഭവിക്കട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. നല്ല വാഹനങ്ങൾ ഇവർക്ക് കൊടുക്കുക കർത്താവേ. ഇവരിലൂടെ അങ്ങയുടെ നാമം ഉയരട്ടെ. എല്ലാ കടഭാരങ്ങളും മാറട്ടെ. കടഭാരങ്ങളാൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ പ്രാർത്ഥിക്കുക. കർത്താവ് വഴി തുറക്കുക. യേശോപ്പാ, ആ ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുവാൻ ഇവർക്കങ്ങ് വഴി തുറന്നു കൊടുക്കണമേ. സാവകാശം കൊടുക്കുവാൻ അപ്പാ അങ്ങ് വ്യക്തികളോട് ഇടപെടണമേ. ഇവർക്ക് വേണ്ടി എൻ്റെ ദൈവം അങ്ങ് പ്രവർത്തിക്കണമേ. ജോലിയില്ലാത്തവർ പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, ഇവർക്കങ്ങ് ജോലി നൽകണമേ. നല്ല ജോലികൾ നൽകി മാനിക്കണമേ. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതി ഉണ്ടാകട്ടെ. യേശോപ്പാ, ഇവരോട് കൂടിയിരിക്കണമേ. ജോലി സ്ഥലത്തെ വെല്ലുവിളികളും തടസ്സങ്ങളും മാറിപ്പോകട്ടെ. സ്വദേശത്തും വിദേശത്തും ജോലി സംബന്ധമായി ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. എല്ലാ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. യേശോപ്പാ, ആ രാജ്യത്ത് അവരറിയുന്നവർ പരിചയക്കാരും ആരും ഇല്ലാതിരിക്കുന്ന രാജ്യത്ത് അവരോടങ്ങ് കൂടിയിരിക്കണമേ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ജോലികൾ കിട്ടട്ടെ. പരീക്ഷകൾ എഴുതി റിസൾട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, മത്സര പരീക്ഷകൾ നല്ല റിസൾട്ട് ഉണ്ടായി രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അപ്പാ, അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവേ. ആത്മീയ ജീവിതം പണിത് ഉയർത്തപ്പെടട്ടെ. സ്തോത്രം. ഭവനങ്ങൾക്കകത്ത് പ്രാർത്ഥന ഉണ്ടാവട്ടെ. യേശോപ്പാ, ഇവർ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശോപ്പാ, ഈ ശുശ്രൂഷകന്മാരെ അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പനങ്ങ് ഇവരോട് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പോലെ ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ ഹാവ് എ നൈസ്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.